നീ എന്താ ഒന്നും മിണ്ടാത്ത? ഞാൻ ചോദിച്ചു കേട്ടില്ലേ, നിനക്കെന്തെങ്കിലും വിശേഷം ഉണ്ടോന്ന്? ഉണ്ട്. പിന്നെന്താ, എന്റെ കുട്ടി ഇതുവരെ പറഞ്ഞില്ല? സന്തോഷമല്ലേ? സൗഭാഗ്യമല്ലേ? ചെമ്പകശ്ശേരിയുടെ പുണ്യമല്ലേ? അല്ലെങ്കിലും എനിക്കറിയാം എന്റെ ആദ്യക്കുട്ടൻ ഭാഗ്യവാനാണ്. അവനെ ദൈവം വല്ലാതെ അനുഗ്രഹിച്ചിട്ടുണ്ട്. നീ വിളക്ക് വെച്ച് കയറിയത് ഐശ്വര്യം കൊണ്ടാണ് മോളെ. എന്റെ ദേവി, എന്റെ തലേക്കാവിലമ്മേ. നീ മാത്രം എന്തെങ്കിലും പറയടാ. അവൾക്ക് എന്താന്ന് നിങ്ങളെ കണ്ടല്ലേ? അപ്പോ ആദ്യക്കൂട്ടിലൊന്നും ആദ്യക്കൂട്ടിന് അറിയില്ല. ആ ഓക്കാനം കണ്ടിട്ട് എനിക്കെന്തോ വശപ്പശക്കാ തോന്നിയത്. ആണെങ്കി പറ മോനെ, അതിനിപ്പോ എന്താ നാണിക്കാനിരിക്കുന്നേ? സന്തോഷമുള്ള കാര്യല്ലേ? അതെ, സന്തോഷം തന്നെയാ. അവൾക്ക് വിശേഷമുണ്ട്. അതിന് നീ എന്തിനാ മോനെ ഇങ്ങനെ ചൂളി നിൽക്കുന്നേ? തല ഉയർത്തി പിടിച്ച് നിക്കടാ. മോളെ പൂജ, മോളേക്ക് വന്നേ. നീ താലി കെട്ടിയ പെണ്ണിനല്ലേ വിശേഷം? അതിന് നീ ആരെയാ പേടിക്കുന്നേ? മോളിക്ക് വന്നേ. വാ മോളെ. ഇനി വാ. വരൂ. എല്ലാവരും കണ്ടോ, ചെമ്പകശ്ശേരിയിലെ സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുവന്ന രാജകുമാരിയെ. ആദ്യം പൂജമോളുടെ അച്ഛനെ അമ്മയൊക്കെ ഈ വിവരം അറിയിക്കണം. ആമി, നീ പോയി വേഗം വേഷം മാറിയിട്ട് വാ. നമ്മൾ നേരെ അങ്ങോട്ട് പോയി ഈ സന്തോഷ വാർത്ത അവരെ അറിയിക്കുന്നു. പിന്നെ ദത്തനോട് വിളിച്ചു പറ, അവനും വരണ്ടേ? എടി, നീ ഞാനും മാത്രമല്ല, ആദിമോനും പൂജമോളും ഒക്കെ നമ്മുടെ കൂടെ വരുന്നുണ്ട്. എന്താ മക്കളെ നോക്കി നിൽക്കുന്നേ? എല്ലാരും വേഗം പോയി വേഷം മാറിയിട്ട് വാ. ഞാൻ വരുന്നില്ല. അതെന്താ? മുത്തശ്ശി, അവള് വരുന്നില്ലേ പിന്നെ എന്തിനാ വെറുതെ നിർബന്ധിക്കുന്നേ?
മേരിക്കുട്ട, എന്തിനാണ് വെറുതെ ഞങ്ങളോട് കള്ളം പറയുന്നത്? എന്തായാലും ഞങ്ങളിത് അറിയാനുള്ളതല്ലേ. എനിവേ, കൺഗ്രാറ്റുലേഷൻസ്. മോളെ, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? അവിടെ ആരും മോളെ എന്തു പറയാനാ? മുത്തശ്ശിയല്ലേ കൂടെയുള്ള? പിന്നെ നമ്മൾ പോകുന്നത് ഒത്തിരി സന്തോഷമുള്ളൊരു വാർത്ത അറിയിക്കാനല്ലേ. ഇത് കേൾക്കുമ്പോ അച്ഛനും അമ്മയും തുള്ളിച്ചാടും. നോക്കിക്കോ. കല്യാണത്തിന്റെ പിറ്റേന്ന് പെണ്ണിന് വിശേഷം ഉണ്ടെന്ന് ചെന്ന് പറയുന്ന നാണക്കേടോർത്തിട്ടാണോ? എന്റെ മോളെ, കല്യാണം കഴിഞ്ഞിട്ടല്ലേ? ഇപ്പൊ നീ ഒരു ഭാര്യയല്ലേ? നിന്റെ കഴുത്തിലൊരു താലി കിടപ്പില്ലേ? നിന്റെ ഭാവം കണ്ടാ തോന്നുമല്ലോ ഇത് വിലാസമില്ലാത്ത വിശേഷമാണെന്ന്. നീ വെറുതെ അവനെ കൂടി സങ്കടപ്പെടുത്തല്ലേ എന്റെ മോളെ. നീ വന്നില്ലെങ്കിൽ അവനും വരില്ല. എനിക്കറിയാവുന്നല്ലേ അവന്റെ സ്വഭാവം. തന്നെയല്ല, പെണ്ണും ചെറുക്കനും കൂടി ഒരുമിച്ച് ചെന്ന് ഈ സന്തോഷ വാർത്ത പറയുന്നതല്ലേ അതിന്റെ ഒരു ഭംഗി. ഒരു നിമിഷം മുമ്പ് മോളുടെ അച്ഛനും അമ്മയെ സന്തോഷിക്കട്ടെ. അതല്ല മുത്തശ്ശി, ഇതിപ്പോ അങ്ങനെ ആഘോഷമൊന്നും ആക്കണ്ട. ചേടാ, അത് കൊള്ളാലോ. കല്യാണം ആഘോഷമാക്കണ്ടെന്ന് മോളുടെ അച്ഛനും അമ്മയും പറഞ്ഞു. അത് ഞാൻ അനുസരിച്ചു. താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല, എന്നാലും അവര് പറയുമ്പോ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു. പുത്തനരിയിൽ കല്ല് കടിക്കണ്ടല്ലോ. ഇതിപ്പോ മോളോട് ഇങ്ങനെ തുടങ്ങി ഞാൻ ചുറ്റിപ്പോ. നാട്ടുകാരെ അറിയിച്ചുള്ള ആഘോഷമൊന്നും അല്ലല്ലോ. നമ്മൾ 2 വീട്ടുകാരല്ലേ ഉള്ളൂ. അവിടെ വരെ പോകുന്നു, വിവരം പറയുന്നു, കുറച്ച് മധുരം കൊടുക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. മോൾ എതിരഭിപ്രായം ഒന്നും പറയണ്ട. ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു. നമ്മൾ ഒരുമിച്ച് ഇപ്പൊ തന്നെ മോളുടെ വീട്ടിലേക്ക് പോകുന്നു. അതുകൊണ്ടുണ്ടാകുന്ന എല്ലാ കുഴപ്പങ്ങളും മുത്തശ്ശി നോക്കിക്കോളാം. എന്താ, അതുപോരെ? അത് മതി.